ഇത്ര ദീർഘകാലമായിട്ട് ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതാവിനെ കൈവെട്ടും കാലുവെട്ടും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഇന്നലത്തെ മഴയ്ക്ക് മുളച്ച തകര ആർഷോയെ പോലെയുള്ള ആളുകൾ പറയുന്ന സമയത്ത് ശശിയുടെ ചരിത്രമോ ശശി ആ പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യമോ ആർഷോയ്ക്ക് അറിയില്ലെങ്കിലും മണ്ണാർക്കാട്ടുകാർക്കൊക്കെ അറിയാലോ. ഇപ്പോൾ പറയുന്ന പാർട്ടി ഓഫീസ് അവിടെ ഉണ്ടായത് എങ്ങനെയാണ്? അത് പി കെ ശശി എന്ന് പറയുന്ന നേതാവിൻ്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടായതാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ഏത് പാർട്ടി പ്രവർത്തിക്കുകയാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുകയാണെങ്കിലും അദ്ദേഹം പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ആ പാർട്ടിക്ക് ചെയ്ത സേവനങ്ങൾ മറന്നുകൊണ്ട് അയാളെ പുലഭ്യം വിളിക്കുകയും അയാളെ കൈവെട്ടും കാലുവെട്ടും എന്നൊക്കെ പറയുകയും ചെയ്യുന്നത് അത് തികഞ്ഞ ജനാധിപത്യ വിരുദ്ധതയാണ്. കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യറാണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പോൾ നമ്മൾ മണ്ണാർക്കാട് പരിസര പ്രദേശത്താണ് നിൽക്കുന്നത്. ഈ പി കെ ശശി വിഷയമാണ് സജീവ ചർച്ച. അപ്പോൾ കോൺഗ്രസിൻ്റെ പല നേതാക്കളും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ലഭിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന് വലിയ ഗുണമാവുമോ? ശ്രീ പി കെ ശശി എനിക്ക് വളരെ ദീർഘകാലമായിട്ട് അറിയുന്ന നാട്ടുകാരനും പൊതുപ്രവർത്തകനുമാണ്. ഒരുപക്ഷെ അദ്ദേഹവുമായിട്ടൊരു നിരന്തരം രാഷ്ട്രീയത്തിൽ പോരടിച്ചുകൊണ്ടാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത്. പക്ഷേ സി പി എമ്മിൻ്റെ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ആ പാർട്ടിയുടെ ഈ പ്രദേശത്തെ പ്രവർത്തനത്തിൽ അതിൻ്റെ വളർച്ചയിലൊക്കെ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് പി കെ ശശി. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അദ്ദേഹം വളരെ ജനകീയനായിട്ടുള്ള, അദ്ദേഹം രാഷ്ട്രീയേതരമായിട്ടും ഒക്കെ എല്ലാവരുമായിട്ടും ബന്ധം പുലർത്തുന്ന ഒരു നേതാവ് തന്നെയാണ്. പിന്നെ പൊതുവെ വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നൊരു ഒരു നേതാവ് കൂടിയാണ്. അർത്ഥത്തിൽ അദ്ദേഹമാണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഹൈപ്പോത്തറ്റിക്കലാണ്. അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയാൽ കോൺഗ്രസ് തീർച്ചയായിട്ടും അതിൻ്റെ നിലപാട് സ്വീകരിക്കുമെന്നാണ് മറ്റ് നേതാക്കളുടെയൊക്കെ പ്രതികരണത്തിന് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ മണ്ണാർക്കാട് മാത്രമല്ല, ഷൊർണൂർ ജനപ്രതിനിധിയായിരുന്നു, MLA ആയിരുന്നു. ഒറ്റപ്പാലം മണ്ഡലത്തിലാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത്. അപ്പോൾ അദ്ദേഹം വരികയാണെങ്കിൽ അത് ഒരു പാർലമെൻ്ററി പൊളിറ്റിക്സിൽ വലിയ ഗുണമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് അദ്ദേഹത്തിൻ്റെ വരവിനെ കുറിച്ച് പറയേണ്ടത് അദ്ദേഹം തന്നെയാണ് അതിൻ്റെ തീരുമാനം പറയേണ്ടത്. അതല്ലാതെ അതിനെക്കുറിച്ച് ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷനെ കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല. പക്ഷേ ശ്രീ പി കെ ശശി ഇപ്പോൾ CPM നേരിട്ട് കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റത്തെ പ്രയാസങ്ങൾ അത് അദ്ദേഹത്തോട് CPM കാണിക്കുന്ന അനീതിയാണ് എന്നുള്ള അഭിപ്രായമാണ് ഒരു പൊതുപ്രവർത്തകൻ, അദ്ദേഹത്തെ അറിയുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കുള്ളത്. കാരണം ഇത്ര ദീർഘകാലമായിട്ട് ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതാവിനെ കൈവെട്ടും കാലുവെട്ടും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഇന്നലത്തെ മഴയ്ക്ക് മുളച്ച തകര ആർഷോയെ പോലെയുള്ള ആളുകൾ പറയുന്ന സമയത്ത് ശശിയുടെ ചരിത്രമോ ശശി ആ പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യമോ ആർഷോയ്ക്ക് അറിയില്ലെങ്കിലും മണ്ണാർക്കാട്ടുകാർക്കൊക്കെ അറിയാലോ. ഇപ്പോൾ പറയുന്ന പാർട്ടി ഓഫീസ് അവിടെ ഉണ്ടായത് എങ്ങനെയാണ്? അത് പി കെ ശശി എന്ന് പറയുന്ന നേതാവിൻ്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടായതാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ഏത് പാർട്ടി പ്രവർത്തിക്കുകയാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുകയാണെങ്കിലും അദ്ദേഹം പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ആ പാർട്ടിക്ക് ചെയ്ത സേവനങ്ങൾ മറന്നുകൊണ്ട് അയാളെ പുലഭ്യം വിളിക്കുകയും അയാളെ കൈവെട്ടും കാലുവെട്ടും എന്നൊക്കെ പറയുകയും ചെയ്യുന്നത് അത് തികഞ്ഞ ജനാധിപത്യ വിരുദ്ധതയാണ്. അങ്ങനെ കൈവെട്ടാനും കാലുവെട്ടാനൊന്നും അത് ഏത് പാർട്ടിയിൽപ്പെട്ട ആളായിക്കോട്ടെ ഈ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഈ കാലഘട്ടത്തിൽ സാധിക്കുന്ന കാര്യമൊന്നുമല്ല. അങ്ങനെ CPM ഇപ്പോൾ TP ചന്ദ്രശേഖരനെ കൈകാര്യം ചെയ്തതുപോലെ കൈകാര്യം ചെയ്യുമെന്നുള്ള ഭീഷണിയാണെങ്കിൽ അതൊന്നും കണ്ണൂർ അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ ആ പ്രദേശത്തൊക്കെ നടന്നിട്ടുള്ള പോലെയുള്ള കാര്യങ്ങൾ, വടകരയിൽ നടന്ന പോലെയുള്ള കാര്യമൊന്നും മണ്ണാർക്കാടും പാലക്കാടും നടക്കാൻ പോകുന്നില്ല. അവിടെ ജനാധിപത്യ ബോധമുള്ള ജനങ്ങളെ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും.